നമസ്കാരം. സർക്കാരും എംബസിയും പട്ടാളവുമില്ലാതെ ഇറാഖിൽ ഒരു തുള്ളി ചോര പൊടിയാതെ ഉമ്മൻചാണ്ടി നടത്തിയ രക്ഷാദൗത്യമുണ്ട്. ഭൂമി പിളരുന്നത് പോലെ ബോംബുകൾ വീഴുന്ന ആശുപത്രിയിൽ ജീവനും കയ്യിൽ പിടിച്ച് വിറച്ചു നിന്ന 46 നഴ്സുമാരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ മഹാദൗത്യം. വിയോഗ വാർഷികത്തിൽ കേരളം നന്ദിയോടെ ഓർക്കുന്ന ഉമ്മൻചാണ്ടിയുടെ രക്ഷാദൗത്യം. ഉമ്മൻചാണ്ടിയുടെ വിയോഗ വാർഷിക ദിനത്തിൽ കേരളം അഭിമാനത്തോടെയും ഒപ്പം നന്ദിയോടെയും ഓർക്കുന്നത് ഇറാഖിലെ യുദ്ധകാലത്ത് അദ്ദേഹം നടത്തിയ നഴ്സുമാരുടെ രക്ഷാദൗത്യത്തെയാണ്. സർക്കാരും എംബസിയും പട്ടാളവുമില്ലാത്തൊരു രാജ്യത്ത് ഒരു തുള്ളി ചോര പൊടിയാതെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ ഉമ്മൻചാണ്ടി നടത്തിയ ഓപ്പറേഷനാണ് ഇറാഖിലെ തിക്രത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ തടവിലാക്കിയ 46 നഴ്സുമാരെ ജീവിതത്തിലേക്ക് മടക്കിയെത്തിച്ചത്. തിക്രത്തിന് തൊട്ടടുത്ത മൊസൂളിൽ നിന്ന് പഞ്ചാബ്, ബംഗാൾ, ബീഹാർ സ്വദേശികളായിട്ടുള്ള 39 പേരെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നാലെയാണ് മലയാളികളടക്കം നഴ്സുമാരെ ഇസ്ലാമിക് സ്റ്റേറ്റ് തടവിലാക്കിയത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഡൽഹിയിലെത്തി കേന്ദ്ര വിദേശകാര്യ മന്ത്രിയായിരുന്ന സുഷമ സ്വരാജിൻ്റെ സഹായം തേടുന്നു. നഴ്സുമാരെ രക്ഷിച്ചെടുക്കുവാൻ ഡൽഹിയിൽ ഒരു വാർ റൂം തന്നെ തുറപ്പിക്കുന്നു. ആ ദൗത്യത്തെക്കുറിച്ച് ഉമ്മൻചാണ്ടി പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ്: സുഷമ സ്വരാജിൻ്റെ ഉറച്ച പിന്തുണയാണ് ആ ദൗത്യം വിജയത്തിലെത്തിച്ചത് എന്ന്. തീവ്രവാദികൾക്ക് മോചനദ്രവ്യം നൽകിയിട്ടോ മലയാളി വ്യവസായി തീവ്രവാദികളുമായി വിലപേശിയിട്ടോ അല്ല നഴ്സുമാരെ മോചിപ്പിച്ചത് എന്ന്. ഭൂമി പിളരുന്നത് പോലെ തുരുതുരാ വീണു പൊട്ടുന്ന ബോംബുകൾക്ക് പിന്നാലെ തിക്രത്ത് ആശുപത്രിയിലേക്ക് തള്ളുന്ന കബന്ധങ്ങൾക്കിടയിൽ ജീവനും കയ്യിൽ പിടിച്ച് വിറച്ചു നിന്ന 46 നഴ്സുമാരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്തിയ ഒരു വലിയ ദൗത്യമായിരുന്നു അത് എന്ന്. ഭീകരരുടെ ബസ്സിലേക്ക് കയറാതെ നഴ്സുമാർ മടിച്ചു നിന്നപ്പോൾ സുഷമ സ്വരാജ് അവർ സുരക്ഷിതരായിരിക്കുമെന്ന് ഉമ്മൻചാണ്ടിക്ക് ഉറപ്പ് നൽകുകയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ യെസ് കേട്ട് നഴ്സുമാർ ഇറങ്ങിയതിന് പിന്നാലെ ഭീകരർ ആശുപത്രി ബോംബിട്ട് തകർക്കുകയും ചെയ്തു. സൈനിക നടപടി വേണ്ടെന്ന് വെച്ച് വിമതരുമായി ചർച്ചയ്ക്ക് സുഷമ സ്വരാജ് നിർദ്ദേശം നൽകി. എംബസി പോലും പൂർണ്ണതോതിൽ പ്രവർത്തിക്കാത്ത സമയത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദികളുമായി ചർച്ചകളും അനുനയ നീക്കങ്ങളും വളരെ ശ്രമകരമായിരുന്നു. പക്ഷേ ഇന്നും അജ്ഞാതമായ മാർഗത്തിലൂടെ 3 ദിവസം കൊണ്ട് അത് സാധിച്ചെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 4-ാം ദിവസം എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം നഴ്സുമാരുമായി ഇന്ത്യയിലേക്ക് പറന്നു. ആ ഓപ്പറേഷൻ ഉമ്മൻചാണ്ടി പിന്നീട് ഓർത്തെടുത്തത് ഇങ്ങനെയാണ്: ഓർക്കുമ്പോൾ വല്ലാത്ത ഭയം തോന്നുന്നുവെന്നും 4 ദിവസം തീവ്രവാദികളുമായി നടത്തിയ മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ 46 നഴ്സുമാർ ജീവിതത്തിലെത്തി മടങ്ങിയെത്തിയെന്നും ദൈവാനുഗ്രഹവും മഹാഭാഗ്യവും ഒപ്പമുണ്ടായിരുന്നുവെന്നുമാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘത്തെ വിളിച്ചുകൂട്ടി ഡൽഹിയിൽ സുഷമയൊരുക്കിയ വാർ റൂമിൽ നിന്നായിരുന്നു എല്ലാ നീക്കങ്ങളും അന്ന് നടന്നുകൊണ്ടിരുന്നത്. ഓരോ തവണ സംസാരിക്കുമ്പോഴും പുറത്ത് വെടിപൊട്ടുന്ന ശബ്ദവും കൂട്ടക്കരച്ചിലുകളും ഫോണിലൂടെ കേട്ടുകൊണ്ടിരുന്നു. ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് ഉടൻ പുറത്തിറങ്ങിയില്ലെങ്കിൽ ബോംബിട്ട് തകർക്കുമെന്ന് ഭീകരരുടെ അന്ത്യശാസനം വരെ അവിടെ കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ്. മുൻപ് അതിന് പോയവരെക്കുറിച്ച് ഒരു വിവരമില്ല. എന്തു ചെയ്യണം സാർ അവർ ചോദിച്ചുകൊണ്ടിരുന്നു. ഇറങ്ങുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥനയോടെ സുഷമയും ഉമ്മൻചാണ്ടിയും എടുത്ത ഒരു വലിയ തീരുമാനമാണ് ആ 46 കുടുംബങ്ങളിൽ ഇന്നും സന്തോഷം പടർത്തുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നഴ്സുമാർ പുറത്തിറങ്ങിയ 50 മിനിറ്റിനകം ഭീകരർ കെട്ടിടം ബോംബിട്ട് തകർത്തു എന്നുള്ളതാണ്. വിമാനത്താവളങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുവെന്നാണ് ഭീകരർ പറഞ്ഞതെങ്കിലും ഗൂഗിളിൻ്റെ സഹായത്തോടെ ബസ് പിന്തുടർന്നു. പിന്നിടുന്ന മലകൾ, കെട്ടിടങ്ങൾ, മരുഭൂമി പ്രദേശം, സൈൻ ബോർഡുകളെല്ലാം നഴ്സുമാർ ദൃക്സാക്ഷി വിവരണം നടത്തിക്കൊണ്ടേയിരുന്നു. ആ യാത്രയിൽ ദിശ ശരിയാണെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കി. പിന്നീട് 2 മണിക്കൂർ ഫോൺ ബന്ധം നിലച്ചു. ഫോൺ സിഗ്നൽ ഇല്ലാത്ത സ്ഥലമാണെന്ന IB ഉദ്യോഗസ്ഥരുടെ പ്രവചനം ശരിയായിരുന്നു. എയർപോർട്ടിനടുത്ത് എത്താറായപ്പോൾ ബസ് വേറെ ദിശയിലായി. എല്ലാവരുടെയും ശ്വാസം നിന്നുപോയി. 1 മണിക്കൂർ ഒരു വിവരവും കിട്ടിയില്ല. ചെക്ക് പോസ്റ്റിൽ ഇന്ത്യൻ എംബസിയുടെ വാഹനം എത്താൻ കാത്ത് നഴ്സുമാരുടെ ബസ് സുരക്ഷിത താവളത്തിലേക്ക് മാറ്റുകയായിരുന്നു. നഴ്സുമാരെ കപ്പലിൽ കൊണ്ടുവരുന്നത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാവുമെന്നും ഒരു പ്രത്യേക വിമാനം അയക്കണമെന്നും കേരള സർക്കാർ അതോടൊപ്പം ആവശ്യപ്പെട്ടു. അപ്പോൾ തന്നെ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അതിനുള്ള സൗകര്യമൊരുക്കിയത് സുഷമ സ്വരാജായിരുന്നു. കേരളത്തിൻ്റെ 2 ഉദ്യോഗസ്ഥരെ വിമാനത്തിൽ അയക്കണമെന്ന ഒരാവശ്യവും സുഷമ അംഗീകരിക്കുകയായി. നഴ്സുമാരെ നാട്ടിലെത്തിക്കുവാൻ ഡൽഹിയിലെ റെസിഡന്റ് കമ്മീഷണറായിട്ടുള്ള ജ്ഞാനേഷ് കുമാർ, അഡീഷണൽ കമ്മീഷണറായിട്ടുള്ള രചന ഷാ എന്നിവരുമായി പ്രത്യേക വിമാനം ഇറാഖിലെത്തിയപ്പോഴാണ് അടുത്ത പ്രശ്നമുണ്ടാകുന്നത്. ഇറങ്ങാൻ അനുമതി ലഭിക്കാതെ വിമാനം തിരിച്ചു പറക്കേണ്ടി വരുമെന്ന് ജ്ഞാനേഷ് കുമാർ ഉമ്മൻചാണ്ടിയെ വിളിച്ചറിയിച്ചപ്പോൾ സമയം പുലർച്ചെ 1:30 മണി. അപ്പോൾ തന്നെ സുഷമ സ്വരാജിനെ ഉമ്മൻചാണ്ടി ഫോണിൽ വിളിക്കുന്നു. അവരാണ് ഫോൺ എടുത്തത്. 15 മിനിറ്റ് കാത്തിരിക്കുവാൻ പറയുന്നു. ഇറാഖിലെ എംബസിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഉന്നതനെ വിളിച്ച് 1/4 മണിക്കൂറിനകം വിമാനമിറക്കുവാൻ സുരക്ഷാ ക്ലിയറൻസ് നേടിയെടുക്കുന്നു സുഷമ സ്വരാജ്. ഇക്കാര്യം ഉമ്മൻചാണ്ടിയെയും സുഷമ സ്വരാജ് വിളിച്ചറിയിക്കുന്നു. പിന്നാലെ എർബിൻ വിമാനത്താവളത്തിൽ നിന്ന് നെടുമ്പാശ്ശേരിക്കുള്ള വിമാനം നഴ്സുമാരുമായി പറന്നുയരുന്നു. ആ ദൗത്യത്തിൽ ജീവൻ രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ നഴ്സുമാർ നന്ദിയോടെ ഓർക്കുന്ന
ഒരേ ഒരു നാമമാണ് ഉമ്മൻചാണ്ടിയുടേത്. അത് മറക്കാതിരിക്കാൻ കഴിയില്ല അവർക്കാർക്കും. സർക്കാരും എംബസിയും പട്ടാളവും ഒന്നില്ലാത്തൊരു ഇറാഖിൽ ഒരു തുള്ളി വെള്ളം ലഭിക്കാതെ ജീവന് വേണ്ടി കേണിരുന്ന ആ പാവപ്പെട്ട 46 നഴ്സുമാർക്ക് ജീവിതം തിരിച്ചു കൊടുത്ത നീതിമാനായ മുഖ്യമന്ത്രി. മറക്കില്ല, ഉമ്മൻചാണ്ടിയെ മറക്കില്ല ഈ 46 കുടുംബങ്ങളും, ഒപ്പം തന്നെ സുഷമ സ്വരാജിനെയും.